ചെടികൾക്ക് ഏരങ്ങൾ ഉണ്ടാകാനുള്ള സ്ഥലം കൊടുക്കണം. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല, ഏട്ടിലെ പശു ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഇത് കണ്ടോ, കാറ്റ് പിടിച്ചത് മറിഞ്ഞു പോലെ കണ്ടോ. അപ്പൊ ഇത് വളരാനുള്ള അതായത് നമ്മുടെ മനസ്സ്, കൃഷിക്കാരന്റെ മനസ്സ് നന്നായിരിക്കണം. നന്നായിരിക്കണം. അപ്പം കൃഷി അവിടെ ഫലവത്തായി. പക്ഷേ ഈ പൂവ് ഒരു 100 ഗ്രാം അടുത്ത് വരും തോന്നുന്നു. ഒരു 15 പൂവ് 1 കിലോ. 15 കിലോ ഇതുണ്ടോ, ഇത് അറുത്തി കഴിയുമ്പോ കണ്ടോ എന്തിനുണ്ടെന്നോ. അത് നല്ല ഓളമുണ്ട്, പിന്നെ നല്ല തിങ്ങി നിറഞ്ഞായിരിക്കുന്നു ഓരോ ഇതളുകള്. ഇത് കിലോയ്ക്ക് എന്നാ വില കിട്ടും? ഇത് കിലോയ്ക്ക് 250 രൂപ വില കാണും. പാലായി കൊണ്ട് കൊടുക്കണം. ഇതിപ്പോ ഞാൻ ആദ്യം ഉണ്ടായ പൂക്കള് അത്തപ്പൂക്കൾ ഇട്ട് ഒരു 3000 രൂപ കിട്ടി. കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് തൈ തന്നാ. നട്ട ചിലവേ ഉള്ളൂ, ഞാൻ തന്നെ നട്ട ചിലവേ ഉള്ളൂ. അപ്പൊ ഒരു മാൻ പവറേ ഉള്ളൂ. അതെ. നാളെ ഇതിന്റെ പൂക്കളെല്ലാം കൂടി ഒരു 15 കിലോ കുറയല. അപ്പൊ 5000 രൂപ അടുത്തായി. അതെ. അപ്പൊ അത് നാളെ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കണ്ടോ മുട്ടുകൾ ആയിട്ടുണ്ട്. ഒരു 1.5 മാസം നമുക്ക് വിളവെടുക്കാം. ഒരു 2.5 മാസം ആകുമ്പോഴത്തേനും 2.5 മാസം ആകുമ്പോഴത്തേക്കും പൂവിടും. ഇത് നല്ല ഭംഗിയായിരുന്നു. അല്ല, ഇത് നല്ല നിലയ്ക്കാണ്. കൃഷി നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് 2.5 മാസം അല്ല 5 മാസം കൂടുമ്പം നമുക്ക് ഇത്തരം പൂക്കൃഷി 2 പ്രാവശ്യം ഒരു വർഷം ചെയ്യാൻ പാടില്ലേ. പിന്നെ ഇത് ഓറഞ്ച് കളർ, മഞ്ഞ കളറല്ലേ? മഞ്ഞ കളർ ഞാൻ വാങ്ങിയില്ല, ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചതുകൊണ്ടേ ഇതിൽ പോകാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ തെങ്ങിന് പണിയാൻ വരുമ്പോൾ ഇതിന്റെ വീട്ടിൽ പണി, ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വളവടിയിലൊന്നും നടത്താറില്ല. അപ്പൊ നട്ട ഒരു മുടക്കം ഒരു വള്ളയും പറ്റി വിട്ടു. അപ്പൊ ഇത് വളരെ വിജയകരമായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭംഗിയായിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും അതല്ലേ നമ്മള് തമിഴ്നാട്ടിൽ പോകുന്നല്ലേ നടക്കുന്നേ. ഇതിപ്പോ തമിഴ്നാട്ടിൽ മാത്രമല്ല പൂക്കൾ ഉണ്ടാകും, നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടാവും. കൊച്ചു കേരളം പൂക്കൾ ഉണ്ടാകാൻ സൗന്ദര്യം ആസ്വദിക്കാം. അപ്പൊ എല്ലാം തമിഴ്നാടിനെ ആശ്രയിക്കുക നമ്മള്. അതെ. അപ്പൊ ഇവിടെ തലേഷ ഞാൻ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഈ പച്ചക്കറി വിവിധങ്ങളായ പാവല്, കോവല്, വെണ്ട, ചീനി എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. നമ്മൾ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു പാർക്കിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഇവിടെ വന്ന് ഈ പൂക്കളുടെ മണവും അപ്പൊ അതിന്റെ സുഗന്ധവും എല്ലാം ആസ്വദിച്ച് ഒരു 3 മണിയാകുമ്പോ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ പറമ്പ് മൊത്തം നടന്ന് ഇതിന്റെ വിളവ് എടുക്കാം, ഇതെല്ലാം ആസ്വദിച്ച് പറിക്കാം. നമ്മുടെ ഉള്ളുകളൊക്കെ ഇതെല്ലാം കണ്ടാസ്വദിക്കാം. ഞാനിവിടെ വന്ന് പോകുമ്പോൾ കുട്ടികൾക്ക് 3-5 പൂവും വീട്ടിലേക്ക് ഒരു 5-6 പാവയ്ക്കായ ഇച്ചിരി കാന്താരിമുളകും എല്ലാം പറിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ അവർക്കും സന്തോഷം. പിള്ളേര് പൂവെടുത്ത് അങ്ങോട്ട് വിടും, ഭാര്യ പച്ചക്കറി എടുത്തുകൊണ്ട് പച്ചക്കറി എടുത്ത് കറി വെക്കാനും. തലേഷനുള്ള ആ സ്നേഹം, പ്രേമം അങ്ങോട്ട് ആദിക്കാൻ കൂടും. അപ്പൊ ഈ തോട്ടം കണ്ടു കഴിഞ്ഞപ്പം പണ്ട് കവി പാടിയ പോലെ എല്ലാം മരതകാടുകൾ തിങ്ങി വിങ്ങി മനമാകെ പുളകം ചാർത്തി ഏതാണ്ടൊരു പാട്ട് പാടുന്നുണ്ട്. പുളകച്ചാർത്ത ഇത് മനസ്സിന്. ഈ പറമ്പ് മുഴുവൻ തിങ്ങി കൃഷിയും പൂവും എല്ലാ ഐറ്റവും ഇങ്ങനെ നിൽക്കുക. വാഴയും കവുങ്ങും എന്ന് വേണ്ട എല്ലാം, പാവയ്ക്കായും എല്ലാത്തിന്റെയും പൂവാണല്ലോ ഫലമായിട്ട് വരുന്നത്. ഇപ്പൊ കവുങ്ങിന്റെ പൂങ്കോലയാണല്ലോ ഫലമായിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം പുഷ്പിച്ച് കളിരിട്ട്, കോവലാണേലും പൂവാണല്ലോ കായായി വരുന്നത്, കാവലാണേലും അതെ, വഴുതനയാണല്ലോ. അപ്പം ഇങ്ങോട്ട് വന്ന ഒരു പൂക്കളുടെ ഒരു ലോകമാണ്, പൂക്കളുടെ ലോകം. അപ്പൊ സന്തോഷത്തിന്റെ ഒരു ലോകം. അതെ. നിരവധി പൂക്കളുടെ ഒരു ലോകം. പൂക്കള് മാത്രമല്ലല്ലോ, കൃഷിയുടെ ഒരു ലോകം. അപ്പൊ ഈ കൃഷികളെ എല്ലാം വൈവിധ്യമാർന്ന കൃഷി, കോവല, വെണ്ട, ചീനി, മുളക്, പാവയ്ക്ക എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പൊ ഇതെല്ലാം പൂവിടും, അതൊരു സത്യമാണ്. പൂവിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കായ്ഫലങ്ങളായി മാറുമ്പോൾ അതൊരു വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഇപ്പോൾ സലേഷ, ഞാൻ ഈ ബന്ധിച്ചെടി കൃഷി ചെയ്തിരിക്കുന്ന പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് ലൈനടിച്ച് നട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇത് മറിയാതിരിക്കണമെങ്കിൽ ഒരു കയറേൽ ഇത് താങ്ങി വയ്ക്കും. അപ്പോൾ ഈ ബന്ധിച്ചെടി മറിഞ്ഞു പോയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ലൈൻ അടിച്ച് നടന്നത്. ഞാനുണ്ടല്ലോ ഇവിടെ കൃഷി ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഒരു വിദഗ്ധൻ എന്നോട് പറഞ്ഞു, ലൈൻ അടിച്ച് നടാവുള്ളൂ സലേഷേ, എങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കണക്കാക്കി പുള്ളി പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നടക്കാൻ വേണ്ടി ഇത് 50 പൂവാ ഒരു ചെടിയിൽ കൊണ്ട് നോക്കിക്കേ. ഇത് എണ്ണി വേണം കാണിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇനി എണ്ണോ? തോറ്റോ? അപ്പൊ 50 മേളിലുണ്ട്. തോറ്റോ? തോറ്റു. 50 മേലെ പൂ കിട്ടണമെങ്കിൽ ചെടികൾക്ക് ഏരങ്ങൾ ഉണ്ടാകാനുള്ള സ്ഥലം കൊടുക്കണം. ഗ്യാപ്പ്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല.
വീട്ടിലെ പശു ആ വീട്ടിലെ പശുപുല്ല് അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഇത് കണ്ടോ, കാറ്റ് പിടിച്ചത് മറിഞ്ഞൊന്നും പോലെ കണ്ടോ. അപ്പൊ ഇത് വളരാനുള്ള അതായത് നമ്മുടെ മനസ്സ്, കൃഷിക്കാരന്റെ മനസ്സ് നന്നായിരിക്കണം. മനസ്സ് നന്നായിരിക്കണം. അപ്പം കൃഷി അവിടെ ഫലവത്തായി. സലേഷിന്റെ തോട്ടത്തിൽ വന്നപ്പം സലേഷ് കൃഷിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കൃഷിയെ സ്നേഹിക്കാത്ത ആളിന് ഇതുപോലെ ബന്ധികളെ നട്ടുപിടിപ്പിക്കാനും പൂക്കൾ വിരിയിക്കാനും സാധിക്കുകയില്ല. ശരിയാണോ? അതെന്റെ സുഹൃത്ത്, ഞാൻ ആദ്യമായിട്ട് ബിസിനസ് മേഖലയിലായിരുന്നു. അത് ചില്ലറ കച്ചവടമല്ല, ഈ കേരളത്തിലെ റബ്ബർ ഡീലറായിരുന്നു. ടണ്ണ് കണക്ക് റബ്ബർ ഓരോ മാസവും ഓരോ ദിവസവും വാങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റ് നിരവധി ബിസിനസ്സുകളിലേക്ക് ഞാൻ പോയി. അപ്പൊ ഈ ബിസിനസ് എല്ലാം നടത്തിയിട്ട് വൈകുന്നേരം ചെല്ലുമ്പോൾ നമുക്ക് ടെൻഷനേ ഉള്ളൂ. കൃഷിപ്പണിയും കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ചൂട് കഞ്ഞി പോലും കുടിച്ചാൽ ഇറച്ചി ഒന്നും വേണ്ട. ചൂട് കഞ്ഞിയും മുളക് പൊട്ടിച്ചായാലും മതി. കഴിച്ച് കിടന്ന് ഉറങ്ങിയാല് നല്ല സുഖമാണ്. അപ്പം കൃഷി മേഖലയിലേക്ക് തിരിഞ്ഞ് ഞാനിപ്പോ 5 വർഷമായിട്ട് എന്റെ എല്ലാ പുരയിടത്തിലും ഞാൻ നിരവധി കൃഷികൾ നട്ടിരിക്കുകയാണ്. പച്ചക്കറി. അതാണ് ഇപ്പൊ ഈ മുഖത്തിന്റെ ആ തിളക്കത്തിന് കാരണം. ഞാൻ എന്റെ മക്കളെല്ലാം നമ്മൾ നട്ടുപിടിക്കുന്ന ജൈവ കൃഷി. ഈ വർഷം കൂർക്കയുണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, വെളുത്തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഐറ്റത്തിലേക്ക് കടക്കുക. അടുത്ത വർഷം നമ്മള് കുറെ ഐറ്റത്തിലും കൂടെ കയറാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൂക്കളെല്ലാം കണ്ട് കഴിഞ്ഞപ്പോ മനം അങ്ങ് കുളിർത്ത് തിങ്ങി വിങ്ങി നിൽക്കുക. നമ്മൾ ഇങ്ങനെ പൂക്കൾ ഇട്ട് കളിച്ചു മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മനമാകെ കുളിർത്തു പൊങ്ങി, തുമ്പികൾ പാറി പറമ്പ് തോറും ഇങ്ങനെ ഒത്തിരി വരികൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുക. അപ്പൊ ഇതൊരു ഭയങ്കര അനുഭവമാണ്. ഇത്രയും മനോഹാരിത ഇപ്പൊ ഈ അടുത്ത പ്രദേശം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്തോ ഇവിടെ വരുമ്പോഴേ നമ്മള് കുട്ടിക്കാലം വല്ലതും പുറകോട്ട് ചിന്തിക്കാൻ വല്ലതും തോന്നിയോ? കുട്ടിക്കാലം വീണ്ടും ആവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഓണപ്പാട്ട്, അപ്പൊ നമ്മള് 3ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാട്ടിന്റെ 2 ലൈനെ ഞാൻ ഓർക്കുന്നുണ്ട്. വന്നുപോയി ചിങ്ങമാസം, ചെമ്പുളി പട്ടു ചരടിൻ തുമ്പിൽ, തുമ്പികൾ പാറി പറമ്പു തോറും, ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചക വള്ളികളും, ആനന്ദത്തിൽ മതിമറന്ന് ടാർപ്പ് വിളിച്ചു പനങ്കിളികൾ. അപ്പൊ ആ പാട്ട് അന്ന് ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒളിമങ്ങാതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക, അലയടിച്ചോണ്ടിരിക്കുക. സലേഷിൻ്റെ തോട്ടത്തിലെ പൂക്കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് അടിക്കുകയോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ മാത്രം ചെയ്താൽ മതിയാകും.